ഇന്ന് രാവിലെ എൻ്റെ പൊടി നല്ല ക്ലീൻ ചെയ്യാനുള്ള മൂടാട്ടോ. അല്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതുപോലെ ക്ലീൻ ചെയ്യണം, മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് മറിച്ചിടുന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു തോന്നലാണ് ഇതാ ഇപ്പോഴും തോന്നിയത്. പിന്നൊന്നും നോക്കില്ല, രണ്ട് തിരിച്ചും കറങ്ങി. ആദ്യം വിചാരിച്ച് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാൻ നോക്കിയപ്പോഴേക്കും അങ്ങോട്ട് വൃത്തിയാവണില്ല. പിന്നെ ഒന്നും നോക്കില്ല, നല്ല സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് തേച്ചിട്ടോ, സോപ്പല്ല സോറി മാറിപ്പോയി, ലോഷനാട്ടോ. ലോഷനൊക്കെ ഒഴിച്ചങ്ങ് നല്ലപോലെ അങ്ങ് ക്ലീൻ ആക്കി അതിൻ്റെ ഓരോ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടയ്ക്കാൻ തുടങ്ങി. എപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ചെയ്യാറേ ഇല്ലെന്ന്. ചെയ്യാറുണ്ട്, പക്ഷെ എപ്പോഴും ചെയ്യാറില്ല. എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ബാക്കി എല്ലാ കാര്യം ചെയ്യിക്കണം, ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന സമയത്ത് കിട്ടിയൊരു സംഭവമായിട്ടത്. ഇത് വേറെ നല്ല ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രേ കളറാട്ടോ. അങ്ങനെ തുടങ്ങിയ സമയത്ത് അതിൽ പെയിന്റിന്റെ തുരും പിടിച്ച കുറച്ച് ഭാഗം ഉണ്ടായിട്ടോ. അതാണ് ഈ പറഞ്ഞു നിങ്ങൾ കണ്ടത്. അങ്ങനെ ആ പണി കഴിഞ്ഞപ്പോഴേക്കും ഇതാ മാറാൽ തൂക്കാൻ വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, മാറാച്ചൂരുമായിട്ട് അങ്ങ് ഇറങ്ങി. നോർമലി നമ്മൾ മാറാലിടയ്ക്കൊക്കെ തൂക്കാറുണ്ടെങ്കിലും അങ്ങനെ കാര്യമായിട്ടൊന്നും എല്ലാ മുക്കും മൂരിലും ഞാൻ തൂക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ധാരാളം അങ്ങോട്ട് തൂത്തു. അതൊക്കെ കഴിഞ്ഞ് നേരെ പോയി കിച്ചണിലേക്കാട്ടോ. കിച്ചണിലെ പാത്ര സ്റ്റാൻഡിലൊക്കെ അത്യാവശ്യം പൊടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിട്ടോ. പൊടിയും പിന്നെ വെള്ളമൊക്കെ നന്നിട്ട് തുരുമ്പൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ അതും ഒക്കെ കൂടി അങ്ങ് കഴിയില്ല. ഇന്ന് മൊത്തത്തിൽ പറഞ്ഞതിന് വീട് മൊത്തം വൃത്തിയാക്കിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ സമയം ഉച്ചയായി. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി ഉലുവക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ഉലുവക്കഞ്ഞി മത്തല്ല തോരൻ വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, അതങ്ങെടുത്ത് കുടിച്ചു. ഭയങ്കര ടേസ്റ്റിന് സത്യത്തിൽ. അത് ഇത്രയും പണി ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. നിങ്ങൾ കഴിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പം അത്രയുള്ളൂ ചേട്ടാ.